കഴിഞ്ഞ ദിവസം അച്ഛനെയും അച്ഛമ്മയും അമ്മയെയും കാണാനൊക്കെ ആയിട്ട് നാട്ടിൽ പോയതാണ് കേട്ടോ. അവിടെ ചെന്ന് മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പോരാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതേ മറ്റത്തിൽ ആട്ടുകാൽ കിഴങ്ങുണ്ട്, കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിരുന്നു, നല്ലതാണത്രേ. അപ്പോഴത്തെ കേട്ട മതി കേൾക്കാത്ത മതി. കൊച്ചച്ഛൻ പറഞ്ഞു, ആണോ, അന്ന് നമുക്കത് അങ്ങനെയാണ്, അങ്ങനെ ഗുണങ്ങളുണ്ട്, ഇങ്ങനെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ കൊച്ചച്ഛൻ പിന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന്. നോക്കിക്കഴിയുമ്പോൾ നമുക്കെന്നാൽ പറിച്ചാലോ എന്ന്. പറിച്ച് കഴിയുമ്പോൾ നമുക്കത് വേവിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ വേഗം തൊണ്ട് കളയുന്ന രംഗമാണ് ഈ കാണുന്നത്. വളരെ പ്രതീക്ഷയോടെ അങ്ങ് എന്താ പറയുക, കർക്കിടക മാസമൊക്കെ അല്ലേ, ആട്ടുകാൽ കിഴങ്ങ് കണ്ടോ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കാം, അല്ലെങ്കിൽ പുഴുങ്ങി തിന്നാന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ട് ഞങ്ങൾ പുഴുങ്ങാനായിട്ട് തുടങ്ങി. ഭയങ്കര ഒരുക്കങ്ങളായിരുന്നു. കാന്താരി മുളക് പറിക്കുന്നു, ചുവന്നുള്ളി തൊണ്ട് കളയുന്നു, ചമ്മന്തി അരയ്ക്കുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഉപ്പിട്ട് പുഴുങ്ങുണ്ടാവും, വെന്തതിന് ശേഷം മാത്രം ഉപ്പിട്ടാതി എന്നൊക്കെയുള്ള കമൻറ്ററികളൊക്കെ വരണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊണ്ട് മുഴുവൻ കളഞ്ഞ് വേവിക്കാൻ വെച്ചു. ബഹുകരമായ രംഗങ്ങളൊക്കെയാണ് പിന്നെ അവിടെ അരങ്ങേറിയത്. വളരെ നല്ല കമൻറ്ററികളൊക്കെ വരുന്നുണ്ടോ, അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞെന്ന് വർത്താനം പറയുന്നത്. എന്താ സ്പീഡ് തൊണ്ട് കളയാനൊക്കെ. പ്രതീക്ഷയാണേ, ആട്ടുകാൽ കിഴങ്ങാണല്ലോ, സൂപ്പാണല്ലോ, ശക്തി ഉണ്ടാവും, നമുക്ക് ആരോഗ്യത്തിന് ഇത്രയും നല്ല സാധനം, അതാണല്ലോ മൈൻഡിലുള്ളത് മുഴുവൻ. ആ ഒരു പ്രതീക്ഷയോടെ ഇരുന്ന് എന്നിട്ട് അമൃത് കിട്ടിയ പോലെയാണ് ഞാനിരുന്ന് തൊണ്ട് കളയുന്നത്. എൻ്റെ ഭഗവാനെ, ഓർക്കാൻ വയ്യ, ഇപ്പം ഓർക്കുമ്പോൾ ചിരി വന്നിട്ട് വയ്യ. അതിൽ ഒരു കുഞ്ഞു മുട്ടുമുട്ട് പോലുള്ള കിഴങ്ങ് പോലും കളയാതെ ഒരുക്കിയതായിരുന്നു. എന്ത് കാര്യം, എല്ലാം കഴിഞ്ഞപ്പോൾ പണി പാളിയില്ലേ. പാട്ടിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ പാടി അവസാനം. എക്സ്പ്രഷൻ ഇടാനാണോ? നല്ലതാ. ഇപ്പൊ നാക്കൊക്കെ പറിച്ചു കളഞ്ഞു തുടങ്ങി. നല്ലതാ മാമ, തിന്നോ തിന്നോ. ഞാൻ കടിച്ചു കളയാൻ പോവാണ്ടോ. എന്തൊക്കെയായിരുന്നു? ചമ്മന്തി, കിഴങ്ങ്, ആട്ടിന്റെ കാല്. ആടിന്റെ കാല്, പോത്തിന്റെ കാലാവാൻ നന്നായി, പോത്തിന്റെ കാലാവാൻ നന്നായിരുന്നു.